വെള്ളാപ്പള്ളിയെ പിന്തുണച്ചവരും വെള്ളാപ്പള്ളിക്ക് വേണ്ടി നിൽക്കുന്നവൻ്റെയൊക്കെ കുലം മൂടിയും ഇല്ലാണ്ടാവും. അവൻ്റെ രാഷ്ട്രീയ ഭാവി മാത്രമല്ല, അവൻ്റെ ആരോഗ്യം, അവൻ്റെ ഇതെല്ലാം ഇല്ലാണ്ടാവും. അതാണോ ഇപ്പോൾ സി പി എമ്മിന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിന് സി പി എം ഇപ്പോൾ ആക്ച്വലി സി പി എം എത്ര മണ്ടത്തരമാണ് കാണിക്കുന്നത്. സി പി എമ്മിന് തലയ്ക്കകത്ത് ഇവർ അരിയാഹാരമാണോ കഴിക്കുന്നത്? ഇയാൾ ചതിയനാണെന്ന് 1000 ഇടയ്ക്ക് ഞാൻ പിണറായിനെ വിമർശിക്കാറുണ്ടായിരുന്നു. കാരണം ഈ പിണറായി ഇതുപോലുള്ള ഈ മഹാവിപത്തുകളെയൊക്കെ എടുത്ത് ചുമന്നുകൊണ്ട് പിണറായിയുടേതായ ക്വാളിറ്റി ഉണ്ട്, പിണറായിയുടേതായ ഒരു ക്ലാസ്നെസ് ഉണ്ട്. പക്ഷേ ഈ തെരുവ് പട്ടികളാണ് ആക്ച്വലി ദേ ആർ ലിറ്ററലി യുനോ ഒരു തരം തെണ്ടി നടക്കുന്നത്. ഇവർക്ക് എന്തുണ്ട് ഇവർക്ക്? എൻ്റെ അമ്മേൻ എൻ്റെ വെപ്പാട്ടിയാണെന്ന് പറഞ്ഞിട്ട് സന്തോഷ് മാധവൻ്റെ കൂടെ കുറേ സ്ത്രീകളുണ്ട്, ഞാനും ഒരുത്തിയെ വെച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു എൻ്റെ അമ്മയെ എൻ്റെ വെപ്പാട്ടിയായിട്ട് ചിത്രീകരിച്ച് എന്നെ ആക്രമിക്കാൻ തുനിഞ്ഞ ഒരു നാടും അങ്ങനത്തെ മാധ്യമപ്രവർത്തകരും ഉള്ള ഒരു നാടാണത്. ഈ നാട് നശിക്കുന്നതിന് കാരണം ഈ വെള്ളാപ്പള്ളിയെ പോലുള്ള ഇതുപോലുള്ള തേർഡ് റേറ്റ് ചെറ്റകളും അതുപോലുള്ള തന്തയില്ലാത്ത അവന്മാർ സപ്പോർട്ട് ചെയ്യുന്ന കുറേ രാഷ്ട്രീയക്കാരന്മാരുമാണ്. അത് CPM ആണെങ്കിലും ശരി, BJP ആണെങ്കിലും ശരി, കോൺഗ്രസ് ആണെങ്കിലും ശരി, ഈ നാറികളാണ് ഈ നാടിനെ ഇത്രയും നശിപ്പിച്ചത്. ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. ഞാനും ഉമ്മൻചാണ്ടിയാണ് ലഹരിക്കെതിരെ ഫൈറ്റ് തുടങ്ങിയത്. അറിയോ നിങ്ങൾക്ക്? ഇയാൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇയാളെ തൊടാൻ പറ്റാത്തത് ഇവിടുത്തെ ആണും പെണ്ണും കെട്ട് ഷണ്ടന്മാരായ മോഴകളായിട്ടുള്ള പേടിത്തൂറികളായെന്ന് മലയാള ഭാഷയിൽ പറയുകയാണെങ്കിൽ പേടിത്തൂറികളായിട്ടുള്ള കഴിപ്പടം കെട്ട് പിതൃത്വമില്ലാത്ത കുറേ നേതാക്കളാണ് വെള്ളാപ്പള്ളിയെ ചുമന്നുകൊണ്ട് കിടക്കുന്നത്. ഈ വെള്ളാപ്പള്ളി നടേശൻ ഒരു മാൻഡ്രേക്കാണ്. അദ്ദേഹം എവിടെ ചെന്നിരുന്നാലും അത് കുഴിയും, നശിച്ചു പോകും. അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർന്നു. നിങ്ങൾക്ക് ആരെങ്കിലും തകർക്കണമെന്ന് ആഗ്രഹമുണ്ട്, നശിക്കണമെന്ന് ആഗ്രഹം, കൂടോത്രം ഒന്നും ചെയ്യണ്ട. വെള്ളാപ്പള്ളിയുടെ അടുത്തുനിന്ന് കണ്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് വന്നാൽ ശോഭാ സുരേന്ദ്രൻ ചെന്നിട്ട് അവിടെ ചെന്ന് തലയെ കൈവച്ച് അതോടുകൂടി മോളെ നീ നശിച്ചു പോട്ടെ എന്നുള്ള രീതിയിലായിരുന്നു. തകർന്ന് പണ്ടാരം അടങ്ങിപ്പോയി. ശ്രീനാരായണ ഗുരുദേവൻ്റെ അതേ സോൾ കന്നിമാസം 5-ാം തീയതി 1982 ജനിച്ചതാണ് അങ്ങ് എന്ന് പറയുന്നുണ്ട്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ മഹേഷിൻ്റെ മരണം പറയുന്നുണ്ട്. മഹേഷിൻ്റെ മരണം യഥാർത്ഥത്തിൽ ആത്മഹത്യയാണോ, അതൊരു കൊലപാതകമാണോ, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി അതിൽ എന്തെങ്കിലും തരത്തിലുള്ള പങ്ക് അതിൽ വെള്ളാപ്പള്ളിക്കുണ്ടോ? വെള്ളാപ്പള്ളിക്ക് 100% വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാറിനുമാണ് അതിൻ്റെ പങ്ക്. സ്വാമി ചുമ്മാ ആലുവ പുഴയെ കിടന്ന് നീന്തി. ആ സ്വാമി അങ്ങനെ പെട്ടെന്ന് അങ്ങ് താന്നു പോയത് സ്വാമി കുടിച്ച പാല്. സ്വാമി വെള്ളത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് സ്വാമിക്ക് എന്ത് സംഭവിച്ചു? പക്ഷെ ഇവൻ എന്ത് തേങ്ങയാണ് ഇവന്മാർ ചെയ്യുന്നത്? ഈ തുഷാറിൻ്റെ അപ്പനും ഇവർക്ക് കൂട്ടുകച്ചവടമാണ്. ഇവരെല്ലാവരും കൂടെ ചേർന്നൊരു ബിസിനസ് നടത്തുകയാണ്. ആ ബിസിനസ് പൊതുജനത്തിനെ എന്തിനാണ് ഇതാക്കുന്നത്? നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ള അതിഥി സ്വാമി ശ്രീ ഭദ്രാനന്ദാണ്. സ്വാഗതം സ്വാമി. ഇന്നലെ ശ്രീ വെള്ളാപ്പള്ളി നടേശനെതിരായിക്കൊണ്ട് അങ്ങയുടെ ഒരു പത്രസമ്മേളനം ഞാൻ കാണുകയുണ്ടായി. ആ പത്രസമ്മേളനത്തിൻ്റെ വീഡിയോ വന്നതിൻ്റെ അടിയിലുള്ള കമൻറ്റുകൾ തീർത്തും അങ്ങേക്ക് അനുകൂലമായിട്ടുള്ളതായിരുന്നു. എങ്കിൽ അതിൽ ചില കമൻറ്റുകൾ ഞാൻ കണ്ടത് വെള്ളാപ്പള്ളി നടേശനെതിരെ പറയാനും SNDP യോഗത്തിന് അനുകൂലമായിട്ട് പറയാനും ഒക്കെ നിങ്ങൾക്ക് എന്താണ് അധികാരം, അല്ലെങ്കിൽ നിങ്ങൾ ആരാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അതിൽ കണ്ടു. അതിന് മറുപടിയായി മറ്റു ചില കമൻറ്റുകൾ ഞാൻ അതിൽ കണ്ടു. ആ സമയത്താണ് ഞാൻ അങ്ങയുടെ ചരിത്രം ഒന്ന് അന്വേഷിച്ചത്. 1928 കന്നി 5-ാം തീയതിയാണ് ശ്രീനാരായണ ഗുരുദേവൻ സമാധിയായത്. 1982 കന്നി 5-ാം തീയതിയാണ് സ്വാമി ഭദ്രാനന്ദ് ജനിച്ചത്. അതുമാത്രമല്ല, സ്വാമിയുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ചുകൂടെ ചരിത്രങ്ങൾ ചകഞ്ഞു പോയപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്തത സഹചാരിയായിരുന്ന, ശ്രീനാരായണ ഗുരുദേവന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അദ്ദേഹത്തിന് താമസ സൗകര്യവും ശുശ്രൂഷയും ഒക്കെ ചെയ്തു കൊടുത്ത ഒരു സംസ്കൃത പണ്ഡിതനായ ഒരു മഹാമനുഷ്യൻ നാണിയാശാൻ, ആ മഹാമനുഷ്യൻ്റെ പരമ്പരയിൽപ്പെട്ട ആളാണ് അങ്ങെന്ന് മനസ്സിലായി. അതുമാത്രവുമല്ല, TL ജയകാന്തൻ എഴുതിയത് അങ്ങ് വെറുമൊരു പുരുഷനല്ല, സിദ്ധപുരുഷനാണ്, സിദ്ധിപുരുഷനാണ് എന്നാണ് എഴുതിയത്. ശ്രീനാരായണ ഗുരുദേവനും ഒരു സിദ്ധിപുരുഷനായിരുന്നു. അദ്ദേഹം ഒരുപാട് പ്രവചനങ്ങൾ നടത്തിയിരുന്നു. അതുപോലെ തന്നെ സ്വാമി ഭദ്രാനന്ദും ഒരുപാട് പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പ്രവചനങ്ങളിൽ എല്ലാ പ്രവചനങ്ങളും എന്താണ് യാഥാർത്ഥ്യമായി ശരിയായി വന്നിട്ടുമുണ്ട്. എൻ്റെ ചോദ്യം, ശ്രീനാരായണ ഗുരുദേവൻ്റെ അതേ സോൾ കന്നിമാസം 5-ാം തീയതി 1982 ജനിച്ചതാണ് അങ്ങ് എന്ന് പറയുന്നുണ്ട്. കൃത്യമായി വെള്ളാപ്പള്ളിക്ക് മറുപടി നൽകാൻ കഴിയുന്ന ആളാണ് എന്നും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചരിത്രം അന്വേഷിച്ചത്. ഇതിലെന്താണ് സത്യം, എന്താണ് കാര്യം?
ഇതിൽ എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും പറയില്ല. ജനിച്ചത് 28, സമാധി 28, 1928 തിരിച്ചിടുമ്പോൾ 82. അതൊരു ബർത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കാം. മുത്തശ്ശനായിരുന്നു, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആയിരുന്നു നാണിയാശാൻ. ഗ്രാൻഡ് ഫാദർ ആയിരുന്നു. അമ്മയുടെ മുത്തശ്ശനായിരുന്നു നാണിയാശാൻ്റെ ആദ്യത്തെ ശിഷ്യൻ. അതും ശരിയാണ് അങ്ങ് പറഞ്ഞത്. അതുപോലെ അരിയപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ ആദ്യമായിട്ട് വിപ്ലവം നടത്തിയത് ഗുരുവും ഗ്രാൻഡ് ഫാദറും കൂടെ ചേർന്നായിരുന്നു. അവർണർക്ക് സവർണറുടെ കടയിൽ കയറി ചായ കുടിക്കാൻ പറ്റാത്ത കാലത്ത് വെഞ്ഞാറമ്മോട് ചായക്കട സമരം തൊട്ട് എല്ലാ ഫൈറ്റും നിയന്ത്രിച്ചതും അതിനെ ഡിസൈൻ ചെയ്തതെല്ലാം മുത്തശ്ശനും ഗുരുവും കൂടെ ചേർന്ന് തന്നെയായിരുന്നു. ഒരുപാട് വിപ്ലവങ്ങൾ അന്നത്തെ കാലത്തുണ്ടായിരുന്നു. അനീതിക്കെതിരെ, തിന്മകൾക്കെതിരെ, ജാതിക്കെതിരെ, വർഗീയതയ്ക്കെതിരെ ഉള്ളതെല്ലാം അവർ ഒരുമിച്ച് നയിച്ചത് തന്നെയാണ്. നമ്മളുടെ ഇപ്പോൾ അങ്ങ് പറയുന്നതനുസരിച്ച് ഞാൻ ഇൻകാർണേഷനിലൊന്നും ഞാൻ ക്ലെയിം ചെയ്യുന്ന ഒന്നുമില്ല. ഗുരുവിൻ്റെതായ രീതിയിൽ പോയിട്ടുണ്ട്. അത് ചിലപ്പോൾ അതെന്താണോ ഇതൊന്നും ഞാനതിൽ പറയാൻ അർഹനല്ല, ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കതിനെപ്പറ്റി പറയാൻ എനിക്ക് താല്പര്യമില്ല എന്ന് തന്നെ പറയാം. പക്ഷേ എനിക്കൊരു നിയോഗമുണ്ട്, ഗുരുവിനൊരു നിയോഗമുണ്ടായിരുന്നു. ഗുരുവിൻ്റെ കാര്യം ചെയ്തു. അതുപോലെ എല്ലാ വ്യക്തികൾക്കും ഇപ്പം നമ്മളിന്ന് കണ്ടുമുട്ടുന്നവരൊക്കെ കഴിഞ്ഞ ജന്മത്തിൽ വേറെ പേരുകളിൽ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നവരാണ്. പക്ഷെ പുനർജന്മത്തിൽ വിശ്വസിക്കാത്ത പുതിയ മതങ്ങളും മറ്റുള്ളതും പല ഇവിടുത്തെ വിദേശ മതങ്ങളൊന്നും അതിൽ വിശ്വസിക്കുന്നില്ല. പക്ഷേ നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ വസ്ത്രം പോലെയാണ്. ഈ ശരീരം നമ്മൾ വസ്ത്രം ഊരിക്കളയുന്നത് പോലെ ഈ ശരീരം ഊരിക്കളയും. പക്ഷേ സോളിനെ ഊരിക്കളയാൻ പറ്റില്ല. സോളിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അത് പാരാസൈക്കോളജി പഠിക്കുന്നവർക്കറിയാം. അതുപോലെ തന്നെ തന്ത്രത്തിലും അതുപോലെ തന്നെ നിഗൂഢ വിദ്യകൾ ഒരുപാടുണ്ട്. അതിൽ പഠിക്കുന്നവർക്ക് സോളിൻ്റെ ട്രാവലിനെ പറ്റി അറിയാം, സോളിൻ്റെ പ്രീവിയസ് ഇതിനെപ്പറ്റി അറിയാൻ സാധിക്കും. അപ്പോൾ അത് ചില ആൾക്കാർ അതിൽ ഇൻട്രസ്റ്റഡ് ആവുന്നവർ അത് അന്വേഷിക്കുന്നു, അവരത് ഫോളോ ചെയ്യുന്നു, വിശ്വസിക്കുന്നു. ചിലവർ അതിനെ ഉൾക്കൊള്ളണമെന്നില്ല. പിന്നെ വെള്ളാപ്പള്ളിക്കെതിരെ സംസാരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്നെക്കൊണ്ടൊരു ശക്തി പറയിപ്പിക്കുന്നു. ഞാനത് അങ്ങ് പറയുമ്പോൾ ഒറ്റ കാര്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ശ്രീനാരായണ ഗുരുദേവൻ്റെ പുനർജന്മമാണ് അങ്ങ് എന്നൊരു ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് സത്യമല്ലേ? ഞാനതൊന്നും നോക്കാറില്ല. ഞാനിങ്ങനത്തെ അത് പല ആൾക്കാരും പലതും പറയുന്നുണ്ട്. ഇതിലൊന്നും ഞാൻ അങ്ങനെ എൻ്റെ ശ്രദ്ധ അതൊന്നുമല്ല. ഇപ്പം ഞാൻ ശ്രീനാരായണ അത് ഗുരു തന്നെയാണ്. ഗുരുവിൻ്റെ ചിലപ്പോൾ ഒരു ബ്ലെസ്സിങ് കിട്ടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഇപ്പം ഗുരുവാണ് ഞാനെന്ന് ഇപ്പോൾ പറയും. ഇപ്പം നമ്മളിതൊന്നും പറഞ്ഞാൽ ആരെങ്കിലും ഹൂ ഈസ് ഗോയിങ് ടു ബിലീവ് ഓൾ ദോസ് തിങ്സ്, എസ്പെഷ്യലി ഇൻ ദിസ് എറ. നമ്മളാരും എല്ലാം യുണീക്കാണ്. പുനർജന്മം എന്ന് ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ നമ്മളെല്ലാം കണക്റ്റഡാണ്. ഒരു കോസ്മിക് എനർജി, ബ്രഹ്മം പലതാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ പലതായതാണ് നമ്മൾ. എനിക്ക് ഗുരുവിൻ്റെ ഒരു പരമ്പരയുടെ പേര് പറഞ്ഞ് തൂങ്ങേണ്ടയോ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ആ ലെഗസി പിടിച്ച് നിൽക്കേണ്ടയോ ഒരു താല്പര്യം എനിക്കില്ല. ഞാനാണ്. ഞാൻ ചെയ്ത കാര്യം ശ്രീനാരായണ ഗുരുദേവൻ ചെയ്തിട്ടില്ല. ശ്രീനാരായണ ഗുരുദേവൻ ചെയ്ത കാര്യം ഞാനും ചെയ്തിട്ടില്ല. പക്ഷേ ശ്രീനാരായണ ഗുരുദേവൻ ഒരുപാട് വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ജാതിക്കും മതത്തിനുമൊക്കെ അതീതമായിട്ട് മനുഷ്യനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടത് സ്വാമി ഭദ്രാനന്ദ് പലപ്പോഴും തൻ്റെ ഒരു സ്വത്വം അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരത്തെയൊക്കെ ഉയർത്തിപ്പിടിക്കുമ്പോഴും മറ്റ് എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ കാണണമെന്ന് പറഞ്ഞ ആളായിട്ട് ചില വിപ്ലവകരമായിട്ടുള്ള ചില ചിന്താഗതികൾ സമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയുന്ന ഒരാളായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും വെച്ച് നോക്കുമ്പോൾ ഏറെ ഒരു തുലനം സമൂഹം ചെയ്താൽ അതിൽ കുറ്റം പറയാനുണ്ടോ? അതിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ധർമ്മത്തിനെ പറ്റി അറിയുമ്പോഴും ധർമ്മപ്രചാരകരായി ജീവിക്കുമ്പോഴും ഇതെല്ലാം ഈക്വലായിട്ട് വരും. അതായത് നമ്മൾ എല്ലാ ധർമ്മപ്രചാരകരെ എടുത്താലും സനാതന ധർമ്മം പഠിപ്പിക്കുന്നതും ഇതാക്കുന്നതും ഇപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞത് എന്താണ്? അവനവൻ ആത്മസുഖത്തിനായി നേടുന്നത് അവരനും ഇത് വേണ്ടി കൊടുക്കണം എന്നാണല്ലേ. അപ്പം നമ്മുടെ സുഖത്തിനായി നേടുന്നത് നമ്മളും ഇല്ല, മറ്റുള്ളവർക്കും ഇത് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി വേറൊരാളെ ദ്രോഹിക്കാനും പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം യമനിയമങ്ങൾ പഠിക്കുമ്പോൾ ധർമ്മശാസ്ത്രം എന്താണെന്ന് പഠിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ആ സ്വഭാവത്തിനൊക്കെ ഒരുപാട് സാമ്യതകളുണ്ടാവും. നമ്മൾ മറ്റുള്ളവരെ പോലെ മറ്റ് വിദേശ മതക്കാരെ പോലെ നമ്മൾ ആക്രമിച്ചേക്ക് എല്ലാവരെയും ദ്രോഹിക്കാനോ അവരുടെ സ്വത്തുക്കൾ അവരുടെ ജീവിതം ഇതിനെയൊന്നും കൊള്ളയടിക്കാനോ വന്നതോ പഠിപ്പിച്ചതോ ഒന്നുമല്ല ഭാരതീയർ. നമ്മളുടെ സംസ്കാരം എന്ന് പറയുന്നത് അത്രയും റിച്ചാണ്. നമ്മുടെ ഈ രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ ഈ ശ്രീനാരായണ ഗുരു അടക്കമുള്ള എല്ലാവരും, ഇവിടെ ശങ്കരനും ഗുരുവും എല്ലാവരും ഇവിടെ പഠിച്ചതും പ്രചരിപ്പിച്ചതും പഠിപ്പിച്ചതും
അറിയിച്ചതും അറിഞ്ഞതും എല്ലാം ആത്മീയതയെ പറ്റിയാണ്. നമ്മൾ ആക്രമിക്കാനല്ല ഒരു രാജ്യത്തെയും പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ വരുന്നവർ അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞ് സംരക്ഷിക്കാനും താനായി കണ്ട് സ്നേഹിക്കാനും ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി യുദ്ധം ചെയ്യാനും എപ്പോഴൊക്കെയാണോ അധർമ്മം അഭിവൃദ്ധി പ്രാപിക്കുന്നത്, ന്യായാധിപൻ അവൻ്റെ കർമ്മവും ധർമ്മവും മനസ്സിലാക്കാതെ പ്രവർത്തിക്കുമ്പോൾ ധർമ്മം സ്ഥാപിതമാക്കാൻ വേണ്ടിയിട്ട് ഈ ഋഷിവര്യന്മാർ സദ്ഗുരുക്കളായി വന്ന് നമ്മളെ പഠിപ്പിച്ചൊരു രാജ്യമാണ്. അപ്പോൾ ഇവിടെ എപ്പോഴും നമ്മുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ക്യാരക്ടറിലാണ് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരെയും സ്നേഹിക്കാൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ കലിയുഗത്തിൽ എല്ലാം ക്ഷിപ്രമായിട്ട് വരികയാണ്. മുന്നത്തെ യുഗങ്ങളെപ്പോലെ തപസ്സും യജ്ഞവും യാഗവും ചെയ്ത് വന്നതല്ല. ഇന്ന് ആചാരങ്ങളിൽ താന്ത്രിക ആചാരങ്ങളിലൂടെ സൂക്ഷ്മ ശരീരം എന്താണെന്ന് നമ്മൾ അറിഞ്ഞും മൂലാധാരം തൊട്ട് സഹസ്രധാരം വരെയുള്ള മനുഷ്യൻ്റെ എനർജി ഫ്ലോ കറക്റ്റ് ചെയ്തും നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി, നമ്മളുടെ എനർജി എന്താണെന്ന് മനസ്സിലാക്കി, പ്രപഞ്ചം എന്ന് പറയുന്ന ആ സോക്കറ്റിൽ നമ്മളുടെ സ്പിരിച്വൽ കോഡ് പ്ലഗ് ഇൻ ചെയ്ത് എനർജി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓറ സയൻസിനെ പറ്റിയും അതുപോലെ തന്നെ സൂക്ഷ്മ ശരീരത്തിൻ്റെ എനർജി ലെവൽസിനെ പറ്റിയും ചക്രാസിൻ്റെ വർക്കിംഗ് പ്രോസസ്സും അതിൻ്റെ അലൈൻഡ് രീതിയെ പറ്റിയൊക്കെ അറിഞ്ഞ് പഠിച്ച് നെക്സ്റ്റ് ലെവലിലേക്ക് ഉയരാൻ പഠിപ്പിക്കുന്നൊരു കാലമാണത്. തീർച്ചയായും. അപ്പം ഈ കാലത്തിൽ നമ്മൾ അറിയേണ്ടതൊക്കെ അറിയണം, അകറ്റേണ്ടത് അകറ്റണം. അറിവ് എപ്പോഴും നമ്മൾ അറിയാനും അറിയിക്കാനും വേണ്ടിയാണ്, അല്ലാതെ ഒന്നിനെ അപമാനിക്കാനോ ആക്രമിക്കാനോ വേണ്ടിയാവരുത്. അപ്പോൾ അങ്ങനെ പഠിപ്പിച്ച ഒരു സംസ്കാരത്തിൽ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ പോവും, ഇങ്ങനെ പോയേ പറ്റൂ. തീർച്ചയായിട്ടും. ഇനി വെള്ളാപ്പള്ളി നടേശനിലേക്ക്. വെള്ളാപ്പള്ളി നടേശനെതിരെ അങ്ങ് ഇന്നലെ നടത്തിയ പത്രസമ്മേളനം, ആ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട് മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ മഹേഷിൻ്റെ മരണം പറയുന്നുണ്ട്. മഹേഷിൻ്റെ മരണം യഥാർത്ഥത്തിൽ ആത്മഹത്യയാണോ, അതൊരു കൊലപാതകമാണോ, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി അതിൽ എന്തെങ്കിലും തരത്തിലുള്ള പങ്ക് അതിൽ വെള്ളാപ്പള്ളിക്കുണ്ടോ? വെള്ളാപ്പള്ളിക്കല്ലേ പങ്കുള്ളൂ. പിന്നെ ഇവിടുത്തെ ഈഴവർക്കാണോ പങ്ക്? ഇവിടുത്തെ ഗുരുഭക്തർക്കാണോ പങ്ക്? വെള്ളാപ്പള്ളിക്ക് 100% വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാറിനുമാണ് അതിലെ പങ്ക്. പിന്നെ പങ്ക് വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ പാപത്തിൻ്റെ പങ്ക് പോകുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് കൂടിയാണ്. കാരണം ഇത്രയും നെറികെട്ട ഗുരുവിനെ വെച്ച് ഇത്രയും ആൾക്കാരെ പറ്റിച്ച് ഈഴവ സമുദായത്തിന് അത്രയും ദ്രോഹിച്ച് ഈ എത്ര കൊലപാതകങ്ങൾ, എത്ര ജീവിതങ്ങളാണ് അയാൾ നശിപ്പിച്ചിരിക്കുന്നത്. ആ ചെയ്ത പാപത്തിൻ്റെ എല്ലാ ഫലങ്ങളും ഇവിടുത്തെ ഇന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഇവിടുത്തെ വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയക്കാർക്കും അവരുടെ കുടുംബത്തിനും കൂടെ പോകും. എനിക്കൊരു ആത്മീയമായിട്ട് എന്തോ ഒരു കഴിവുണ്ടെന്ന് അങ്ങ് പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ പ്രവചനങ്ങളൊക്കെ സത്യമാണെന്ന് അങ്ങ് മനസ്സിലാക്കിയിട്ട് പറഞ്ഞല്ലോ അല്ലേ. എനിക്കതിവിടെ കച്ചവടമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ബോർഡ് വെച്ചിട്ട് മറ്റേ പ്രശ്നപരിഹാരം ജ്യോത്സ്യമൊന്നും ഒരു ബോർഡ് എൻ്റെ ജീവിതത്തിൽ ഞാൻ വെച്ച് ജീവിച്ചിട്ടുമില്ല. വെള്ളാപ്പള്ളിയെ പിന്തുണച്ചവരും വെള്ളാപ്പള്ളിക്ക് വേണ്ടി നിൽക്കുന്നവൻ്റെയൊക്കെ കുലം മുടിയും, ഇല്ലാണ്ടാവും. അവൻ്റെ രാഷ്ട്രീയ ഭാവി മാത്രമല്ല അവൻ്റെ ആരോഗ്യം, അവൻ്റെ ഇതെല്ലാം ഇല്ലാണ്ടാവും. അതാണോ ഇപ്പോൾ CPM കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിന് CPM ഇപ്പോൾ ആക്ച്വലി CPM എത്ര മണ്ടത്തരമാണ് കാണിക്കുന്നത്. CPM തലയ്ക്കകത്ത് ഇവർ അരിയാഹാരമാണോ കഴിക്കുന്നത്, ഇവരെന്താണ് കഴിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇയാൾ ചതിയനാണെന്ന് 1000 ഇടയ്ക്ക് ഞാൻ പിണറായിനെ വിമർശിക്കാറുണ്ടായിരുന്നു. കാരണം ഈ പിണറായി ഇതുപോലുള്ള ഈ മഹാവിപത്തുകളെയൊക്കെ എടുത്ത് ചുമന്നുകൊണ്ട് പിണറായിയുടേതായ ക്വാളിറ്റി ഉണ്ട്, പിണറായിയുടേതായ ഒരു ക്ലാസ്നെസ് ഉണ്ട്. പക്ഷേ ഈ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ചതിയനെ ഈ പിണറായി കൊണ്ടു നടക്കുമ്പോൾ ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ അത്രയും കയറിയിരിക്കുന്നത് ആരാണ്? BJPക്കാരെല്ലാവരും അവിടെ പോയിരിക്കുകയാണ്. അപ്പം വെള്ളാപ്പള്ളി ആരാണ്? BJPക്കാരനാണെന്ന് CPMമാർക്ക് ബോധ്യമാവാനുള്ളത് നേരിട്ട് കാണുകയാണ്. പക്ഷേ ആൾക്കാർക്ക് മനസ്സിലാവില്ല. അതിന് ചക്ര പാരാലിസിസും ഓറ സ്ട്രോക്ക് എന്ന് പറഞ്ഞ 2 മാരകമായ രോഗം മനുഷ്യനെ ബാധിച്ചിരിക്കുകയാണ്. നമ്മളുടെ സെൻസ് എല്ലാം തകർന്നിരിക്കുകയാണ്. നമ്മൾക്ക് എന്താണ് ശരി ഏതാണ് തെറ്റെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. കണ്ണു മുന്നേ TV തുറന്നാൽ ഇപ്പോൾ കാണാം വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ BJPക്കാർ അത്രയും കയറിയിരിപ്പുണ്ട്. അപ്പോൾ പിണറായും LDF എന്തിനാണ് വെള്ളാപ്പള്ളിയെ കൂടെ നിർത്തുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്? അപ്പോൾ ഇവർ LDFും BJPയും ഒന്നാണോ? ഒരു ചോദ്യം. 2, അതുപോലെ തന്നെ ഈ ഇത്രയും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ട് നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പഴയ CPIക്കാരനാണ്, തകഴിയിൽ മത്സരിച്ച ആളാണ്, തോറ്റുപോയ ആളാണ് പഞ്ചായത്ത് ഇലക്ഷന്. അതുപോലെ അതിനു മുമ്പ് KSUവിൻ്റെ മെമ്പറായിട്ടിരുന്ന ആളാണ് ഈ വെള്ളാപ്പള്ളി. ഇയാൾ ഇന്ന് ഹിന്ദുത്വം പറയുന്നത്. എനിക്ക് ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ സനാതന ധർമ്മമെന്ന് എഴുതാൻ പറഞ്ഞാൽ 60 അക്ഷരത്തെട്ടുണ്ടാക്കും അദ്ദേഹം. അദ്ദേഹത്തിന് ഗുരുദേവൻ എന്താണെന്നറിയോ? ശ്രീനാരായണ ഗുരുദേവൻ ജാതി പറയരുത് ചോദിക്കരുതെന്ന് പറഞ്ഞ് ഇയാൾ ജാതിയും പറഞ്ഞ് ഇത് ചോദിച്ച് ആരടുത്ത് സഹായം വെച്ചാലും ഞാൻ ചോവാനാണ് കേട്ടോ, ഞാൻ ഈഴവനാണ് എന്ന് പറഞ്ഞിട്ട് ഈ ജാതിയെ നിങ്ങളുടെ ജാതി ഏതാ എന്ന് ചോദിച്ച് സംസാരിക്കുന്നു. ഗുരു എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞു അതേ അദ്ദേഹം ചെയ്യുള്ളൂ.
എന്ത് പറയരുതെന്ന് പറഞ്ഞാൽ അതേ ഇദ്ദേഹം പറയുള്ളൂ. അപ്പോൾ അങ്ങനെ നടക്കുന്ന ഒരാൾ, സനാതന ധർമ്മത്തിൻ്റെ ഏറ്റവും അൾട്രാ മോഡേൺ വേർഷനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹത്തിൻ്റെ ചിന്താതലങ്ങൾ എത്ര ഉയർന്ന ചിന്തയായിരുന്നു. ആ സാത്വികമായ ചിന്തകളെ പ്രചരിപ്പിക്കാനോ ജീവിതത്തിൽ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനോ വെള്ളാപ്പള്ളിക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ RSS എന്ന് പറയുന്ന ഇത്രയും ദേശസ്നേഹം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനം, അല്ലെങ്കിൽ ദേശസ്നേഹികളുടെ പ്രസ്ഥാനം, അത്രയും സാത്വികരായിട്ടുള്ള ഒരു പരമേശ്വരജി ആയിക്കോട്ടെ, മാധവ്ജി ആയിക്കോട്ടെ, റാവുജി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇപ്പം അതിനകത്തിരിക്കുന്ന എല്ലാ ഹരിയേട്ടനായിക്കോട്ടെ ഉണ്ടായിരുന്നവർ എല്ലാവരും സാത്വികരായിരുന്നു. സംഘമെന്ന് പറഞ്ഞാൽ അത്രയും ഒരു ധർമ്മത്തിൻ്റെ ഒരു പ്യുവർ ഫോമാണ്. ആ ധർമ്മത്തിൻ്റെ ഭാഗമായ സംഘപ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടിരിക്കുന്നവർ ഈ പറയുന്ന പോലെ ഏറ്റവും മോശമായ ഗുരുനിന്ദ കാണിച്ച് ജീവിക്കുന്ന വ്യക്തിയെ പിടിച്ച് ഇതിലോട്ട് വെക്കുകയാണെങ്കിൽ അവരിൽ അവിടെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമല്ലേ? അവരെന്തിനാണ് ഇത്രയും വലിയ ഒരു സദ്യയിൽ ഒരു ശകലം അമേദ്യം കൊണ്ട് വെക്കുന്നത്? അപ്പോൾ വെള്ളാപ്പള്ളിയെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണയാണ്. വെള്ളാപ്പള്ളിക്ക് വ്യാഴത്തിൻ്റെ ഒരു സ്വാധീനം ഉള്ളത് കൊണ്ടാണ്, അയാളുടെ ജാതകത്തിൽ ഓറയിൽ അങ്ങനെ ഒരു എനർജി ഉള്ളത് കൊണ്ടാണ് അയാൾക്ക് ഈ രാഷ്ട്രീയ ബന്ധം നിൽക്കുന്നത്. വ്യക്തിപരമായിട്ട് അദ്ദേഹം എത്ര വലിയ ഇപ്പം ലൂയിസ് ഫിലിപ്പിയുടെയോ അല്ലെങ്കിൽ മറ്റേ ആരോയുടെയോ അല്ലെങ്കിൽ പീറ്റർ ഇംഗ്ലണ്ടിൻ്റെയോ ഏത് തന്നെ ഷർട്ട് ഇട്ടെന്ന് പറഞ്ഞാലും ഉള്ളിലെ കുഷ്ഠം മറച്ചു വെക്കാൻ പറ്റുമോ? ഇയാൾ എന്താ ചെയ്യുന്നത്? ആക്ച്വലി ഇയാൾ എന്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? ഹീ ഈസ് നോട്ട് എ പ്രചാരക് ഓഫ് സനാതൻ ധർമ്മം. ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദാറ്റ്. ആൻഡ് ഹീ ഈസ് നോട്ട് എ സനാതനി. അയാളൊരു സനാതനിയല്ല, അയാൾ ഇതിൻ്റെ ഒരു പ്രചാരകനല്ല. ഒരു കള്ള് കച്ചവടക്കാരൻ, ഒരു പഴയ കോൺട്രാക്ടർ, ശാശ്വതീകാനന്ദ സ്വാമിയുടെ കൃപ കൊണ്ട് കയറി വന്നത്. എന്നിട്ട് ശാശ്വതീകാനന്ദ സ്വാമി എങ്ങനെ മരിച്ചു എന്നുള്ളത് ആരെങ്കിലും ചിന്തിച്ചോ? ചുമ്മാ എന്തെങ്കിലും ഒരു പെണ്ണില്ല എന്ന് കരുതി പെങ്ങളെ കിട്ടുന്ന അവസ്ഥയാണ് ഇപ്പോൾ രാഷ്ട്രീയക്കാർ ചെയ്യുന്നത്. ഇയാളെ കാരണം വോട്ട് കിട്ടുമെന്ന് പറയുകയാണെങ്കിൽ ഇയാൾ എന്ത് വോട്ടാണ് ഇയാൾക്ക്? അതായത് ഞാനൊരു സിമ്പിളായിട്ടൊരു കാര്യം പണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഒന്നുകൂടെ ഞാൻ പറയാം. പൊക്കി വിടാൻ ആദ്യമായിട്ട് ചന്ദ്രനിൽ പോയ ആരാന്നറിയോ? ആരാ ആദ്യമായിട്ട് ചന്ദ്രനിൽ പോയത്? അറിയില്ല. ആദ്യമായിട്ട് ചന്ദ്രനിൽ പോയി അറിയില്ല. ഓക്കെ, ആദ്യമായിട്ട് നീലാംസ്ട്രോങ് ഇവരെ പറ്റി കേട്ടിട്ടില്ല. അവരല്ല ആദ്യമായിട്ട് ചന്ദ്രനിൽ പോയത്. ലൈക്ക എന്ന് പറയുന്ന ഒരു പട്ടിയാണ്. ആ പട്ടി എങ്ങനെ പോയെന്ന് മനസ്സിലായോ? പൊക്കി വിടാൻ ആളുണ്ടെങ്കിൽ ഏത് പട്ടിക്കും പൊങ്ങാൻ പറ്റുമെന്ന് തെളിയിച്ചതാണ് വെള്ളാപ്പള്ളിയുടെ മോൻ തുഷാർ. ഈ തുഷാറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഇവർ താമസിക്കുന്ന അവിടെ ഈ ആലപ്പുഴയിൽ ഇവരുടെ കണിച്ചുകുളങ്ങരയിൽ ആരാ ജയിച്ചത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ? ഇതുപോലെ വെള്ളാപ്പള്ളി ഇടതുപക്ഷത്തിന് ഇതാകുന്നു LDF ആണോ ജയിച്ചത്? അതുപോലെ BJP സപ്പോർട്ട് ചെയ്യുന്ന തുഷാറിൻ്റെ ആൾക്കാർ BJP ആണോ അവിടെ ജയിച്ചത്? കോമൺ സെൻസ് വേണ്ടേ? അത് അവിടെ ഒരൊറ്റ ചോദ്യം. അതായത് പലപ്പോഴും വെള്ളാപ്പള്ളിക്കെതിരെ ഉയരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് 2 തോണിയിൽ കാൽ വെക്കുകയും, എന്നാൽ കേരളത്തിൽ കാര്യമായി BDJS എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം BJPയുടെ കൂടെ ഉണ്ടായിട്ട് SNDPയുടെ ഭൂരിഭാഗം വോട്ടുകളും BJPക്ക് കിട്ടാതെ വെറുതെ ഇരിക്കുന്ന ഒരു പാർട്ടിയാണ്, ഒരു കറവ പശുവാണ് ഈ പറയുന്ന എന്താണ് കറവ പറ്റിയ പശുവാണ് ഈ പറയുന്ന BDJS എന്നാണ് പറയുന്നത്. BJPക്ക് ഒരു സ്വാധീനവും അതുകൊണ്ട് ഇല്ല എന്നും പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് BJPക്കാർ വെള്ളാപ്പള്ളിയെ പോയി താങ്ങുന്നതെന്നൊരു ചോദ്യമുണ്ട്. അതിനോട് അങ്ങ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇപ്പോഴത്തെ BJPയുടെ നയമെന്ന് പറയുന്നത് ഒന്ന്, അവർ എത്തിക്സ് വിട്ട്, ഞാൻ അതുകൊണ്ടാണ് BJPയെ പലവട്ടം ഞാൻ വിമർശിക്കുന്നത്. അപ്പം നമ്മളവർ വിമർശിക്കുമ്പോൾ അവർ അപ്പം പറയുന്നത് വെച്ചാൽ ഇവൻ കമ്മ്യൂണിസ്റ്റാണ്, അല്ലെങ്കിൽ ഇവൻ ജിഹാദികളുടെ നിന്ന് ഫണ്ട് വാങ്ങി ചെയ്യാണെന്നുള്ള ഒരു ക്ലീഷ ഡയലോഗുണ്ട്. അത് ആര് പറഞ്ഞാലും ഇപ്പം നരേന്ദ്രമോദി BJP എതിർത്താൽ ഇവർ അങ്ങനെ പറയുള്ളൂ. PP മൂന്തേടൻ BJPയെ എതിർത്ത് അവരുടെ തെറ്റുകളെ പറഞ്ഞപ്പോഴും മൂന്തേടന് വന്ന ആരോപണം അതായിരുന്നു. BJPക്ക് എതിരെ ആരെതിർത്ത് എന്തെങ്കിലും പറഞ്ഞ് ഇവർ പഠിച്ച് കാണാതെ പറഞ്ഞു വെച്ചിരിക്കുന്ന കുറേ ഈ ഓൺലൈൻ കള്ളസംഖ്യകളുണ്ട്. സ്വയംസേവകർ അത് പറയില്ല. സ്വയംസേവകർ സാത്വികരാണ്. സ്വയംസേവകരും സംഘിയും തമ്മിൽ 2 വ്യത്യാസമുണ്ട്. സ്വയംസേവർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സംഘത്തിൻ്റെ ദർശനം അറിഞ്ഞ് ജീവിക്കുന്നവർ. സംഘി എന്ന് പറഞ്ഞാൽ സംഘപ്രസ്ഥാനം എന്താണെന്ന് അറിയാതെ പവർ കണ്ടും ഇത് കണ്ടും ചാടിക്കയറി ഇതിലോട്ട് വന്നവർ. അതായത് സഖാക്കളും അന്തംഗമ്മി എന്ന് പറഞ്ഞ പോലെ 2 ഇത് അതുപോലെ ഇതിനകത്തുമുണ്ട്. അപ്പോൾ ഇവർ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ വെള്ളാപ്പള്ളിയുടെ ഒന്ന് വെള്ളാപ്പള്ളിയുടെ സൈഡിൽ നിന്ന് കുറച്ച് ഫിനാൻഷ്യൽ സപ്പോർട്ട് ചിലവർക്ക് കിട്ടുന്നുണ്ട്. വെള്ളാപ്പള്ളിയുടെ മകൻ വഴി കുറച്ച് സഹായങ്ങൾ കിട്ടുന്നുണ്ട്. ഇതൊരു ബിസിനസ് ഡീല് നടത്തുന്നതാണ്. ബേസിക്കലി യഥാർത്ഥ സാത്വികരായിട്ടുള്ള സ്വയംസേവകരൊക്കെ
ഒരു പണി ഇതുവരത്തെ തെണ്ടിത്തരം ഒന്നും കാണിക്കില്ല. അവരെല്ലാം മാന്യമായിട്ട് ജീവിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവരാണ്. അവർക്ക് ധർമ്മബോധമുണ്ട്. ധർമ്മം എന്താണെന്ന് പറയാം. അവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ കൂടെ ജീവിക്കുന്നവരുമാണ്. എൻ്റെ എല്ലാ സുഹൃത്തുക്കളും അവരൊക്കെ തന്നെയാണ്, എൻ്റെ സഹോദരങ്ങളാണ് അവർ. പക്ഷേ ഇതിനകത്ത് നുഴഞ്ഞു കയറി കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പോഴത്തെ ഒരു ബിസിനസ് ഗ്രൂപ്പുണ്ട്. ആ ബിസിനസ് ഗ്രൂപ്പ് ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പോവുകയാണ്. പിന്നെ ഇവരെ കൊണ്ട് ഫ്രണ്ടിൽ നിർത്തി കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവനെ ഇഷ്ടപ്പെടുന്നവർ, ഗുരുവിൻ്റെ ദർശനം ഉൾക്കൊള്ളുന്നവർ ഇവരെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്ന അവരുടെ ബുദ്ധിശൂന്യതയാണ്. അപ്പോൾ ഇവരിപ്പോൾ ഈ വെള്ളാപ്പള്ളിയെ പിടിച്ചെന്ന് കരുതിയിട്ട് ഒരു രീതിയിൽ വോട്ട് കിട്ടാനും പോകുന്നില്ല. വെള്ളാപ്പള്ളി ഇറ്റ്സെൽഫ് ഈസ് എ അട്ടർ ഫെയില്യൂർ. അത് വെള്ളാപ്പള്ളിയെ പോലെ ഒരു ഫെയില്യൂർ ആയിട്ടുള്ള ഒരു സ്പിരിച്വലി ഫെയില്യൂർ ആയിട്ടുള്ള സ്പിരിച്വലി ഇററായിട്ടുള്ള ഒരു മനുഷ്യനെ ചുമന്നുകൊണ്ട് നടക്കുന്നത് തന്നെ ഈ നാറിവനെ ചുമന്നാൽ ചുമക്കുന്ന ഒരു നാറു എന്ന് പറയില്ലേ, അത് തന്നെയാണ്. പിന്നെ ഇയാൾക്കെതിരെ ആരും പറയാത്തതിൻ്റെ വേറൊരു കാര്യം, ഇയാളെ ഭയങ്കര പേടിയാണ്. ഇയാൾ ഇറ്റ്സ് എ ബോൺ നൊട്ടോറിയസ്, ഒരു ഭയങ്കര ക്രിമിനൽ ഗാങ്സ്റ്ററാണ് അയാൾ. അങ്ങനെ പറയാനുള്ള കാരണം എന്താ? അയാളുടെ ഹിസ്റ്ററി പഠിച്ചു നോക്കൂ. അയാൾക്കെതിരെ കഴിഞ്ഞാൽ അയാൾ തല്ലിക്കോട് ചൊല്ലിക്കോട് കരിച്ചു കളയുന്നതാണ്. അയാൾക്കെതിരെ നിന്ന് പറയണവനെ അയാൾ തീർക്കും. അയാളുടെ ടീം അതാണ്. പിന്നെ അങ്ങനെ പറയണമെങ്കിൽ ആ പറയുന്നവനും എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവണം. ഇയാൾക്കെതിരെ ശക്തമായി പറഞ്ഞിട്ടുള്ള ഒരാളെ ഉള്ളൂ കേരളത്തിൽ, അത് ഗോകുലം ഗോപാലേട്ടനാണ്. പിന്നെ ഒരുപക്ഷെ പറയുന്നുണ്ടെങ്കിൽ അത് ഇപ്പം നിങ്ങൾക്കറിയാം ആരാ പറയുന്നത്. മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയും ഞാൻ പറയും. അയാൾക്ക് മാത്രമല്ലല്ലോ ഈ മാൻ പവർ ഉള്ളത്. അയാൾ വലിയ ഗുണ്ടയാണ്, അയാൾ ഭയങ്കര മാഫിയ വിങ്ങിൻ്റെ ഒരു തലവനാണ്, ഒക്കെ ശരി തന്നെയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് കൊടുക്കാമെന്നുള്ള സോഴ്സുകൾ ഇപ്പുറത്തുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയക്കാർക്ക് പേടിയാണ്. അവർക്ക് പേടി എന്തിനാന്നുള്ള ഞാൻ അങ്ങനെ പേടിയാണെങ്കിൽ ഈ പേടിയുള്ളവൻ എന്തിനാ നാട് ഭരിക്കാൻ വേണ്ടി ഇറങ്ങി കിടക്കണം? തീർച്ചയായിട്ടും. ഞാനൊരു സംശയം ചോദിക്കട്ടെ. അതായത് വെള്ളാപ്പള്ളി പറയുന്ന ഒരു കാര്യം, വെള്ളാപ്പള്ളി പറയുന്നത് വളരെ സീരിയസ് ആയ കാര്യമാണെന്ന് ചില ആളുകൾ പറയുന്നത്, ഇവിടെ മുസ്ലിം ജനവിഭാഗം എന്തൊക്കെയോ ഈ പറയുന്ന ഈഴവരുടെ ഉൾപ്പെടെയുള്ള ആളുകളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സംഭരണങ്ങളും ഒക്കെ തട്ടിയെടുക്കുന്നത്, മലപ്പുറത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വെക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയാണ് ആരോപണം. പക്ഷേ ആ സമയത്തും ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ ഇടത് സർക്കാരിൻ്റെ കാലത്ത് നിങ്ങൾക്ക് എത്ര സ്ഥാപനങ്ങൾ മലപ്പുറത്ത് വെക്കാൻ കഴിഞ്ഞു? അതിന് വെള്ളാപ്പള്ളി ഉത്തരം നൽകുന്നില്ല. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളിയുടെ ലക്ഷ്യം എന്താണ്? ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ പറയുന്നത് കൊണ്ട് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഇത് പാർസ, ഇതിലെ വലിയൊരു തമാശ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനങ്ങൾ പാവങ്ങളാണ്. ജനങ്ങൾ ഈ പെട്ടെന്ന് പറ്റിക്കാൻ എളുപ്പമാണ്. കുറച്ച് ദേശസ്നേഹം വിതറിയ ഇപ്പോഴത്തെ കേരളത്തിലെ ട്രെൻഡെന്ന് പറഞ്ഞാൽ BJPയെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും ദേശസ്നേഹികളും, BJPയുടെ തെറ്റ് പറഞ്ഞാൽ അത് ദേശവിരുദ്ധരും എന്നുള്ളൊരു ട്രെൻഡ് ഉണ്ടാക്കിയത് PR സിസ്റ്റമാണത്. ആൾക്കാരുടെ തോട്ട്സ് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുപോലെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഇപ്പോൾ അമ്പലത്തിൽ ഈ ശബരിമല അയ്യപ്പൻ്റെ സ്വർണം വിഴുങ്ങി, അതിൽ സ്വർണം മോട്ടിച്ചത് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് അതിനകത്ത്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ സപ്പോർട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട്. എന്നാൽ ഇതിൽ സ്വർണം മോട്ടിക്കാൻ കാരണമായതൊക്കെ അവിടുത്തെ തന്ത്രിയുടെ നേതൃത്വത്തിലാണെന്നുള്ളത് സത്യം വേറെയാണ്. അതുപോലെ വെള്ളാപ്പള്ളി ഇപ്പോൾ മുസ്ലിങ്ങളെ 2 തെറി വിളിക്കുമ്പോൾ വെള്ളാപ്പള്ളി ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഈഴവരും ഗുരുഭക്തരും ഒഴിച്ചിട്ടുള്ള ഈ സനാതനധർമ്മം എന്തെന്നറിയാത്ത കുറച്ച് സാധനങ്ങൾ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലുണ്ട്. അവർ ധരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇയാളാണ് യഥാർത്ഥ ദേശസ്നേഹി, ഇയാൾ പറയുന്നത് ഇയാളാണ് എല്ലാം, ഇയാളാണ് ഹിന്ദുവിനെ നയിക്കുന്നത്, ഇയാൾ ഹിന്ദു എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഹിന്ദുവിന് പോലും ഹൈന്ദവ ആചാരങ്ങൾക്ക് വിരുദ്ധമായിട്ട് പോകുന്ന ആളാണ്, ധർമ്മശാസ്ത്രത്തിന് വിരുദ്ധമായിട്ട് പോവുകയാണ്. അതായത് അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഞാൻ പറയുന്നത്, ഷക്കീല കന്യകയാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? സണ്ണി ലിയോൺ കന്യകയാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? അതുപോലെ ഇദ്ദേഹം ധർമ്മത്തിൻ്റെ കന്യകയാണ്, ധർമ്മ പ്രചാരകരാണെന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. ഇയാളിൽ യാതൊരു വിധത്തിലുള്ള ഒരു നന്മയും ഇയാളിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, 2 കണിച്ചുകുളങ്ങരയിൽ കറവ പറ്റിയ 2 പശുക്കളാണ് തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളി നടേശനും. ഇതിനെ കറക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു തുള്ളി പാല് പോലും രാഷ്ട്രീയ വോട്ട് ബാങ്കിൽ കിട്ടില്ല, നാറിയ ചാണകമല്ലാതെ എന്ന് ഞാൻ പറഞ്ഞു. അതായത് വെള്ളാപ്പള്ളി പറഞ്ഞാൽ ഈഴവരാരും തന്നെ മുഖവിലയ്ക്ക് എടുക്കില്ല എന്നാണ് അങ്ങ് പറയുന്നത്. ഞാൻ പറഞ്ഞത് മാത്രം എൻ്റെ വാക്ക് വിശ്വസിക്കണ്ട, നിങ്ങൾ യാഥാർത്ഥ്യം നോക്കൂ. ഈ ഇലക്ഷന് ഒരു 5 പഞ്ചായത്തിലെങ്കിലും ഇയാൾക്ക് ജയിപ്പിക്കാനുള്ള ഇത് തുഷാറിന് വെള്ളാപ്പള്ളിയെ കൊണ്ട് സാധിച്ചോ? ഇവർ പറഞ്ഞ ഇപ്പം എനിക്ക് 5000 വോട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് 25,000 വോട്ട് കളയാൻ ഭദ്രാനന്ദൻ ഇന്ന് കേരളത്തിൽ പറ്റും.
ഓരോ ജില്ലയിലും ഓരോ സ്ഥലത്തും ഒരു 3000 തൊട്ട് 5000 വോട്ട് എൻ്റെ സുഹൃത്തുക്കളും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇന്ന് കേരളത്തിലുണ്ടെന്നുള്ളത് കഴിഞ്ഞ നമ്മുടെ നിലമ്പൂർ ഇലക്ഷനിൽ ഞാൻ കാണിച്ചു കൊടുത്തു. ഇപ്രാവശ്യത്തെ ഈ കോർപ്പറേഷൻ്റെ ഇലക്ഷനിൽ ഞാൻ മിണ്ടാണ്ടിരുന്നത് ഒരുപാട് സ്വയം സേവകർ എന്നോടത്ത് പറഞ്ഞു, ദേവി അതൊന്നും ഇപ്രാവശ്യം പറയരുത്, സംസാരിക്കരുത്, ആരെങ്കിലും 10 പേര് നമ്മൾ കിട്ടട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ തിരുവനന്തപുരത്ത് എനിക്ക് വേണ്ടപ്പെട്ട കുറേ പേര് അവിടെ സ്ഥാനാർത്ഥികളായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇനി പൊളിറ്റിക്സ് സംസാരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജനങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കട്ടെ. ഉണ്ണിയെ കാണുമ്പോൾ അറിയാം ഊരിലെ അവസ്ഥ എന്നുള്ളതുപോലെ നമ്മുടെ ക്വാളിറ്റിയാണ് ഒരു പൊളിറ്റീഷ്യൻ്റെ ഫേസ് എന്ന് പറയുന്നത്. നമ്മൾ ആരെ സെലക്ട് ചെയ്യുന്നു, നമ്മൾ ആരുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നു, അവരുടെ ഓറയും നമ്മുടെ ഓറയും തമ്മിൽ റിഫ്ലക്റ്റ് ചെയ്യും, സിങ്ക് ചെയ്യും. അപ്പോൾ ഇവിടെ വെള്ളാപ്പള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നവർ അത്രയും ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരാണ്. ഇവർ പൊളിറ്റീഷ്യനായിട്ടിരിക്കുന്നത് ഹൂ കേസ് ഈസ് പൊളിറ്റീഷ്യൻസ്. ഈ തെരുവ് പട്ടികളാണ് ആക്ച്വലി. ദേ ആർ ലിറ്ററലി യുനോ ഒരു തരം തെണ്ടി നടക്കുന്ന. ഇവർക്ക് എന്താ ഇതുണ്ട് ഇവർക്ക്? ഇവരെ സാധാരണക്കാരനല്ലേ വലിയവരെന്ന് പറഞ്ഞെടുത്ത് തലേ വയ്ക്കുന്നത്. നാട്ടുകാരുടെ അടുത്തുനിന്ന് വോട്ടും തെണ്ടി, നാട്ടുകാരുടെ പാവപ്പെട്ടവൻ്റെ ആമാശയത്തിനകത്ത് കൈയിട്ട് വാരി, പല രഹസ്യ ഇടപാടുകൾ നടത്തി, ശാന്തിയും സമാധാനവും തകർത്ത്, ധർമ്മശാസ്ത്രത്തെ ഇല്ലാണ്ടാക്കി, വ്യഭിചാരിണികൾ, വാസവദത്തമാർ കന്യകമാരാണെന്ന് പറഞ്ഞ് സമൂഹത്തിൽ നിൽക്കുന്ന പോലെയല്ലേ ഇവർ ചെയ്യുന്നത്. ഇവർക്ക് എത്തിക്സ് ഉണ്ടോ? എത്തിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വെള്ളാപ്പള്ളിയെ പോലുള്ള ആൾക്കാരെ പിടിച്ച് ചുമന്നുകൊണ്ട് നടക്കുമോ? പിന്നെ മുസ്ലിങ്ങളെ കുറേ തെറി വിളിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ട്രെൻഡാണ്. ഞാൻ മുസ്ലിങ്ങളെ, ഇവിടുത്തെ തീവ്രവാദികളെ ഞാൻ എക്സ്പോസ് ചെയ്ത പോലെ ഒരുത്തനും ഇവിടെ എക്സ്പോസ് ചെയ്തിട്ടുണ്ടാവില്ല. ഉണ്ടോ? ഇവിടുത്തെ മുസ്ലിം തീവ്രവാദത്തെ പറ്റി ഉയർത്തിക്കൊണ്ടുവന്ന ഞാൻ, 2007 തൊട്ട് യുവമാർക്കെതിരെ ഫൈറ്റ് ചെയ്തത് ഞാൻ. എൻ്റെ വീട് ആക്രമിക്കാനാണ് NDF വന്നിട്ടുള്ളത്. അന്നാണ് എനിക്ക് തോക്കെടുക്കേണ്ടി വന്നത്. അതുപോലെ തന്നെ ഈ PFIനെ പിടിച്ച് അകത്തിടാൻ വേണ്ടി ശ്രമിച്ചത് ഞാനും എൻ്റെ കൂടെയുള്ള കുറേ നല്ലവരായിട്ടുള്ള സ്വയം സേവകരും. ഇവിടുന്ന് കേരളത്തിലുള്ളവർ ആരും എൻ്റെ കൂടെ സഹായിച്ചില്ല. കേരളത്തിന് പുറത്ത് അതർ സ്റ്റേറ്റിലുള്ള നല്ല സ്വയം സേവക്സ്, നല്ല സനാതനികളാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആ ഫൈറ്റിന് വേണ്ടിയിട്ട്. അതിന് കേന്ദ്ര ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നു. 12 പ്രാവശ്യം ഞാൻ നോർത്തിലേക്ക് ഞാൻ ഫ്ലൈ ചെയ്തു ഈ വിഷയത്തിന് വേണ്ടി. ഈ PFI ഇവന്മാർ കാണിച്ചു കൂട്ടിയ ദുരിതങ്ങൾ അത്രയും മാത്രമാണ്. ഇവിടുത്തെ ഡ്രഗ് മാഫിയക്കെതിരെ നമ്മുടെ ടീമാണ് ഫൈറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലാതെ കേരളത്തിലെ BJP അല്ല. കേരളത്തിലെ BJP ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരുടെ ആക്രമണത്തിന് ആ സമയത്ത് ഇവിടുത്തെ 2008 ഹിന്ദുക്കളെ അടിച്ച് തകർക്കുന്ന ക്ഷേത്രങ്ങളും മഠങ്ങളും തല്ലി തകർക്കുന്ന സമയത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. അന്ന് എനിക്ക് തോക്കെടുക്കേണ്ടി വന്നു. ഞാൻ നടത്തിയ ഫൈറ്റ് അതെല്ലാം ഇന്ന് ഹിസ്റ്ററിയിലുണ്ട്. എന്നാൽ അതിനെ പുറത്തേക്ക് കൊണ്ടുവരാതെ എന്നെ ഹീറോ അല്ല, അവൻ സീറോയാണെന്ന് പറഞ്ഞ് എൻ്റെ ചോര കൊണ്ട് ഈ നാട് നന്നാവുമെങ്കിൽ നന്നായിക്കോളും, മറ്റ് പട്ടിക്കും പൂച്ചയ്ക്കും ഞാൻ എൻ്റെ ചോര കൊടുക്കില്ല, ഇതോടെ ഹിന്ദുക്കളെ ആക്രമിക്കുന്ന ഇവിടെ അവസാനിക്കണമെന്ന് പറഞ്ഞ എന്നെ ആത്മഹത്യയ്ക്ക് ഞാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് 309 ചാർജ് ചെയ്ത് എന്നെ പരിഹസിച്ച ഒരു നാടാണിത്. എൻ്റെ അമ്മേനെ എൻ്റെ വെപ്പാട്ടിയാണെന്ന് പറഞ്ഞിട്ട് സന്തോഷ് മാധവൻ്റെ കൂടെ കുറേ സ്ത്രീകളുണ്ട്, ഞാനും ഒരുത്തിയെ വെച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് എൻ്റെ അമ്മയെ എൻ്റെ വെപ്പാട്ടിയായിട്ട് ചിത്രീകരിച്ച് എന്നെ ആക്രമിക്കാൻ തുനിഞ്ഞ ഒരു നാടും അങ്ങനത്തെ മാധ്യമപ്രവർത്തകരും ഉള്ള ഒരു നാടാണത്. അങ്ങനത്തെ പവേർട്ടഡ് ആയിട്ടുള്ള ചിന്താഗതിയുള്ള നാടാണത്. ഇവിടെ 40% കുട്ടികളെ എയ്ഡ്സിനാണ് ഇന്ന് യൂത്ത് എയ്ഡ്സിലാണ് ഇരിക്കുന്നത്. 70% ഡ്രഗ് അഡിക്റ്റാണ്. ഈ നാട് നശിക്കുന്നതിന് കാരണം ഈ വെള്ളാപ്പള്ളിയെ പോലുള്ള ഇതുപോലുള്ള തേർഡ് റേറ്റ് ചെറ്റകളും അതുപോലുള്ള തന്തയില്ലാത്ത അവന്മാർ സപ്പോർട്ട് ചെയ്യുന്ന കുറേ രാഷ്ട്രീയക്കാരന്മാരുമാണ്. അത് CPM ആണെങ്കിലും ശരി, BJP ആണെങ്കിലും ശരി, കോൺഗ്രസ് ആണെങ്കിലും ശരി, ഈ നാറികളാണ് ഈ നാടിനെ ഇത്രയും നശിപ്പിച്ചത്. ഇവനെ ഒന്നും ബഹുമാനിക്കേണ്ടതൊന്നും ആവശ്യമില്ല. ജനത്തിൻ്റെ പവർ മനസ്സിലാക്കണം. ഇതുപോലുള്ള മൂന്നാംകിട തേർഡ് റേറ്റ് ചെറ്റകളെ ജയിപ്പിച്ചു കൊണ്ട് നിർത്തുമ്പോൾ അവനൊക്കെ കാരണം ആൾക്കാർ തിന്നുന്നത് വിഷം, ശ്വസിക്കുന്നത് വിഷം, മക്കൾക്ക് സുരക്ഷയില്ല, അമ്മമാർക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത രീതിയിലായി. ഇവിടുത്തെ ഡ്രഗ് അത്രയും ഇറക്കുന്നവരാണ്. ഈ പറയുന്ന ഗ്രൂപ്പുകളിൽപ്പെട്ട ഓരോരുത്തന്മാരുടെ കൈകൾ ഇതിലുണ്ട്. ഇതിലേത് BJP കാരനാണ് കേരളത്തിലെ മയക്കുമരുന്ന് മാഫിയക്കെതിരെ ഫൈറ്റ് ചെയ്തിട്ടുള്ളത്? ഒരുത്തൻ്റെ പേര് പറയൂ. ഒന്നുമില്ലെങ്കിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ചുമ്മാ പ്രഹസനത്തിനെങ്കിലും വന്നിട്ടുണ്ട്, ആക്ഷനൊന്നും നടന്നില്ലെങ്കിലും. ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. ഞാനും ഉമ്മൻചാണ്ടിയാണ് ലഹരിക്കെതിരെ ഫൈറ്റ് തുടങ്ങിയത്. അറിയോ നിങ്ങൾക്ക്? എൻ്റെ ഒറ്റയാൾ സമരം കൊണ്ടാണ് ഇവിടെ പാൻ മസാല ഇവിടെ നിർത്തുന്ന ഉമ്മൻചാണ്ടി. അതിന് എന്നെ 24 മണിക്കൂർ എന്നെ പിടിച്ച് കസ്റ്റഡിയിൽ വെച്ചിരുന്നു. അപ്പോൾ ഇവിടെ ഇവരുടെ ഇവർക്ക് ഈ മതവർഗീയത പറഞ്ഞുകൊണ്ട് കിടക്കുന്നു.
മനുഷ്യനെയല്ലേ സ്നേഹിക്കേണ്ടത്? ഈ ഹിന്ദുവിനും മുസ്ലിമിനും മതത്തിൽ കൂടുതലൊന്നുമില്ല, കുറയ്ക്കുന്നതാണ്. നമ്മുടെ വെള്ളാപ്പള്ളി മത തീവ്രവാദികളെ കുറിച്ചാണ് പറയുന്നത് എന്നാണ് ഭാഷ്യം. എന്ത് മത തീവ്രവാദി? ഇയാൾ ഏത് മത തീവ്രവാദിയെ പറ്റി പറഞ്ഞു? എങ്കിൽ അയാൾ തന്നെയാണല്ലോ ഏറ്റവും വലിയ മത തീവ്രവാദി. ഇയാൾ ഏത് മത തീവ്രവാദിയുടെ പേരിലാണ് പറഞ്ഞത്? ഇയാൾ ഇവിടുത്തെ PFIയുടെ STPയുടെ നേതാക്കന്മാരുടെ പേരെടുത്ത് പറഞ്ഞോ? ഇവിടുത്തെ ഇയാൾ 24 IS ടെററിസ്റ്റുകൾ ഇവിടെ പ്രവർത്തിച്ച സമയത്ത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്ന് പറഞ്ഞ എൻ്റെ പേരിലാണ് മതസ്പർദ്ധ അടിച്ച് എന്നെ 59 ദിവസം പിടിച്ച് ജയിലിലിടുന്നത് ഇവിടുത്തെ സർക്കാർ, ഈ ഇടതുപക്ഷ സർക്കാർ. എന്നിട്ട് അവസാനം NIA, ഞാൻ അയച്ച കത്ത് രാജ്നാഥ് സിംഗിനും ബാക്കിയുള്ളവർക്കും NIAക്കും എൻ്റെ സോഴ്സ് വഴി ഞാൻ അയച്ച സാധനങ്ങൾ വെച്ചിട്ടാണ് ഇവിടെ 24 പേരെ വന്ന് പിടിച്ചിട്ട് പോകുന്ന NIA. ഇവിടുത്തെ പള്ളികൾക്കകത്ത്, ഈ കുഴിമാടത്തിനകത്ത് ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇവരെ ഞാൻ പറഞ്ഞു കൊടുത്തു. ആ സത്യങ്ങളെല്ലാം ഇവന്മാർ മറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇയാൾ എന്ത് തേങ്ങ ഈ വെള്ളാപ്പള്ളി പറയുന്നത്? എന്താ ഇയാൾ പറഞ്ഞിട്ടുള്ളത്? ഇയാൾക്ക് ഈ വൈ കാറ്റഗറി പ്രൊട്ടക്ഷൻ ഇരിക്കുന്നത് പ്രതീഷ് വിശ്വനാഥും ബാക്കിയുള്ള വേറെ 2 പേരും കോയമ്പത്തൂർ ചെന്നിരുന്ന് അവരുടെ ഒരു കൂട്ടായ്മയിൽ അവിടുന്ന് വ്യാജ കോള് വിളിച്ചതിൻ്റെ പേരിലാണ് പ്രൊട്ടക്ഷൻ. അറിയോ നിങ്ങൾക്ക്? എൻ്റെ വീട്ടിലും ഉണ്ട് പോലീസ് പ്രൊട്ടക്ഷൻ. 4 പേര് SLR ഗണ്ണും പിടിച്ച് എനിക്കിവിടെ കാവലിരിപ്പുണ്ട്. അതിന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൃത്യമായിട്ടുണ്ട്. ഏത് നിമിഷവും കൊല്ലപ്പെടാമെന്ന് കരുതിയപ്പെട്ടതിൻ്റെ ലിസ്റ്റിൽ എൻ്റെ പേരും വെച്ചിട്ടുണ്ട്. ഞാൻ പണിയെടുത്തിട്ടുണ്ട്. ഞാൻ തള്ളക്കി വിളി ഒരുപാട് കേട്ടിട്ടുണ്ട്. 4 തവണ ജയിലിൽ പോയി കിടന്നിട്ടുണ്ട്. എൻ്റെ വരുമാനം എൻ്റെ എല്ലാ ഇവന്മാരും നശിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഹിന്ദുവിന് വേണ്ടി ഞാൻ അനുഭവിക്കാൻ ഇവിടെ ഒന്നുമില്ല. ഞാനിവിടെ ഒരു അവകാശവും പറഞ്ഞ് വന്നിട്ടില്ല. എനിക്കൊന്നൊരു ആവശ്യവുമില്ല. പക്ഷേ ഇവൻ എന്ത് തേങ്ങയാണ് ഇവന്മാർ ചെയ്യുന്നത്? ഈ തുഷാറിൻ്റെ അപ്പനും ഇവർക്ക് കൂട്ടുകച്ചവടമാണ്. ഇവരെല്ലാവരും കൂടെ ചേർന്നൊരു ബിസിനസ് നടത്തുകയാണ്. ആ ബിസിനസ് പൊതുജനത്തിനെ എന്തിനാണ് ഇതാക്കുന്നത്? അല്ലാതെ ഇവിടുത്തെ ബാക്കിയുള്ള മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും എല്ലാം എന്തിനാണ് തമ്മിലടിപ്പിക്കുന്നത്? ശരി, അവസാനമായി സ്വാമിയുടെ ഒരു ചോദ്യം. അതായത് കുളക്കടവിൽ മരിച്ചു കിടന്ന സന്യാസി വര്യൻ ശാശ്വതീകാനന്ദ സ്വാമികൾ വെള്ളാപ്പള്ളിയെ വളർത്തിക്കൊണ്ടുവന്ന മനുഷ്യനെ ചവിട്ടി താഴ്ത്തി കൊന്നതാണ് എന്നാണ് അന്നും ഇന്നുമുള്ള ആരോപണം. ഈ ആരോപണത്തിന് പിന്നിൽ വെള്ളാപ്പള്ളിയാണ്, ആരോപണത്തിനില്ലല്ല, ആ ഒരു കാര്യത്തിന് പിന്നിൽ വെള്ളാപ്പള്ളിയാണ് എന്നുള്ള വലിയ ആരോപണമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സ്വാമിക്ക് എന്താണ് പറയാനുള്ളത്? അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം പോലും എങ്ങനെയാണ് നടത്തിയതല്ലേ? ഡോക്ടർ സോമൻ്റെ കെയർ ഇയാളുടെ ആരാണ്, ബന്ധുവാണ് എന്നൊക്കെ നമുക്കറിയാമല്ലോ. എങ്ങനെയാണ് സംഭവം എന്നറിയാമല്ലോ. സ്വാമി വളരെ നല്ലൊരു നീന്തൽ വിദഗ്ധനായിരുന്നു. സ്വാമി ചുമ്മാ ആലുവ പുഴയെ കിടന്ന് നീന്തും. ആ സ്വാമി അങ്ങനെ പെട്ടെന്ന് അങ്ങ് താന്നു പോയത് സ്വാമി കുടിച്ച പാല്. സ്വാമി വെള്ളത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് സ്വാമിക്ക് എന്ത് സംഭവിച്ചു? അതിനകത്ത് മുങ്ങിക്കിടന്നു. ഓക്സിജനുമായിട്ട് ആൾക്കാർ കാല് പിടിച്ച് വലിച്ചു. പല രീതിയിൽ പല ആരോപണങ്ങളും പലതും പറയുന്നുണ്ട്. വെള്ളാപ്പള്ളിയുടെ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന വെള്ളാപ്പള്ളി വളരെ പ്ലാൻഡായിട്ട് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ആളാണ്. ഇപ്പം തന്നെ BJP അവർ പറ്റിക്കുന്നത് കണ്ടില്ലേ? മോദിയുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ് തുഷാറിനെ കൊണ്ട് അവിടെ നിർത്തിയിട്ടുണ്ട്. പിണറായി വിജയനെ പറ്റിക്കുന്നത് വെള്ളാപ്പള്ളി ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഇവർ ഡീലാണ്. ഇവരുടെ ഈ പല കാര്യങ്ങളും പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട്, മൈക്രോ ഫിനാൻസിൻ്റെ കേസ് പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഇയാൾ നടത്തിയ ക്രൈമും കൊലപാതകങ്ങളും ആത്മഹത്യ, മഹേഷിൻ്റെ കഥ പഠിക്കണം. നിങ്ങൾ മഹേഷിൻ്റെ ആത്മഹത്യക്കുറിപ്പ് പഠിക്കണം. അതുപോലെ തന്നെ മറ്റ് ശാഖകളിൽ ആൾക്കാർ ഇതേപോലെ തന്നെ തൂങ്ങി മരിച്ചിട്ടുണ്ട് മൈക്രോ ഇതിൻ്റെ പേരിൽ. ഇതൊന്നും പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഇയാൾക്ക് ഈ രാഷ്ട്രീയ ബന്ധങ്ങൾ വേണം. അതിൻ്റെ ഒരു പ്രധാന കാര്യമാണ് ശാശ്വതീകാനന്ദ സ്വാമിയുടെ കാര്യം. അത് എല്ലാവർക്കും അറിയാം. ഇയാളാണ് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമനാണെന്ന് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇയാൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇയാളെ തൊടാൻ പറ്റാത്തത് ഇവിടുത്തെ ആണും പെണ്ണും കെട്ട് ഷണ്ടന്മാരായ മോഴകളായിട്ടുള്ള പേടിത്തൂറികളായെന്ന് മലയാള ഭാഷയിൽ പറയുകയാണെങ്കിൽ പേടിത്തൂറികളായിട്ടുള്ള കഴിപ്പണം കെട്ട് പിതൃത്വമില്ലാത്ത കുറേ നേതാക്കളാണ് വെള്ളാപ്പള്ളിയെ ചുമന്നുകൊണ്ട് കിടക്കുന്നത്. അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ വിളിച്ചത് കടുത്ത വർഗീയവാദിയും, വാ തുറന്നാൽ മുസ്ലിം വർഗീയത അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ വർഗീയത പറയുന്ന വർഗീയവാദി എന്ന് പറഞ്ഞിരുന്ന പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം പെട്ടെന്ന് പ്ലേറ്റ് മാറ്റുന്നതും വിനോയ് വിശ്വമല്ല പിണറായി വിജയൻ എന്നും ഞാൻ കാറിൽ കയറ്റുമെന്നും എൻ്റെ അഭിപ്രായം വെള്ളാപ്പള്ളിക്കൊപ്പമാണെന്നും പറയാനുള്ള കാരണം ഈ ബിസിനസ് ഡീലാണോ? അവർ തമ്മിൽ എന്ത് ബിസിനസ് ഡീലാണെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കാണുമായിരിക്കാം. കാരണം എന്ന് വെച്ചാൽ ബിസിനസ്സാണോ അതോ പേടിയാണോ എന്നുള്ളത് എനിക്കറിയത്തില്ല.
പിണറായി വിജയൻ, അതുകൊണ്ടാണ് ഞാൻ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു, ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിക്കാതെ പിണറായി വിജയൻ ഇനിയിപ്പോൾ വെള്ളാപ്പള്ളിയെ പേടിയുണ്ടാകുന്നു തോന്നുമായിരിക്കും. പേടിയുണ്ടാവണം, അല്ലെങ്കിൽ ഇവർ നല്ല കൂട്ടായിരിക്കും. പിണറായി വിജയൻ ഇനി ഇതാക്കേണ്ട പിണറായിയുടെ ക്യാരക്ടറിനെ, പിണറായിയുടെ ക്വാളിറ്റിയെ സമൂഹത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി പിണറായിക്ക് ഇനി ഇതിൽ കൂടി, അദ്ദേഹം തരുന്ന ഇന്ത്യൻ പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും ആവാൻ പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ അങ്ങ് അറ്റമാണ് ഈ മുഖ്യമന്ത്രി പോസ്റ്റ്. ഇനി അദ്ദേഹം സത്യസന്ധനാവുക. പിണറായിയുടെ എനിക്ക് പരിചയം എത്രയാണ്. എനിക്കൊരു 10-25 വയസ്സുള്ള സമയത്ത് തൊട്ട് എനിക്ക് അദ്ദേഹത്തെ അറിയുന്നതാണ്. അദ്ദേഹത്തിന് ഒരുപാട് എനിക്ക് ബഹുമാനമുള്ള ആളാണ്. കാരണം അദ്ദേഹത്തെ പോലെ കറക്റ്റ് ഒരു പൊളിറ്റിക്കൽ ഒരു ഫിയർലെസ് ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പൊളിറ്റീഷ്യൻ ഒരുപാട് കോൺട്രിബ്യൂഷൻ സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റുമെന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇതുപോലുള്ള ഈ വടക്കുകളെ ചുമന്നുകൊണ്ട് നടക്കുന്നതിന് ഞാൻ വിമർശിച്ചിട്ടുമുണ്ട്. ഇനിയും ഞാൻ വിമർശനം അങ്ങനെ തന്നെ തുടരും. പിണറായി വിജയനെ പോലെ ഒരു ശക്തനായ മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല കേരളത്തിൽ. അദ്ദേഹത്തിന് മലബാറിലുള്ള ആൾക്കാരുടെ വിശ്വാസം നഷ്ടപ്പെടാനുള്ള കാരണം പോലും ഇവിടുത്തെ വർഗീയ, അതായത് BJP മുന്നോട്ട് വയ്ക്കുന്ന പല വർഗീയതയും, അതുപോലെ തന്നെ ഇവർക്ക് വർഗീയതയ്ക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നവർക്ക് ഒരു പേടി സ്വപ്നമായിട്ട്, അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയായിരിക്കും പിണറായി വിജയൻ എന്നായിരുന്നു മലബാറുകാരുടെ വിശ്വാസം. ആ വിശ്വാസം കംപ്ലീറ്റ് തകർന്നത് വെള്ളാപ്പള്ളിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൂട്ടുകെട്ടിലാണ്. ഈ വെള്ളാപ്പള്ളി നടേശൻ ഒരു മാൻഡ്രേക്കാണ്. അദ്ദേഹം എവിടെ ചെന്നിരുന്നാലും അത് കുഴിയും, നശിച്ചു പോകും. അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർന്നു. നിങ്ങൾക്ക് ആരെങ്കിലും തകർക്കണമെന്ന് ആഗ്രഹമുണ്ട്, നശിക്കണമെന്ന് ആഗ്രഹം, കൂടോത്രം ഒന്നും ചെയ്യണ്ട. വെള്ളാപ്പള്ളിയുടെ അടുത്ത് നിന്ന് കണ്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് വന്നാൽ ശോഭാ സുരേന്ദ്രൻ ചെന്നിട്ട് അവിടെ ചെന്ന് തലയെ കൈവച്ച് അതോടുകൂടി മോളെ നീ നശിച്ചു പോട്ടെ എന്നുള്ള രീതിയിലായിരുന്നു. തകർന്ന് പണ്ടാരം അടങ്ങിപ്പോയി. ഇയാൾ എവിടെ ചെന്ന് കയറിയാലും നശിക്കും. അതുകൊണ്ടാണല്ലോ ശ്രീനാരായണ ഗുരുദേവൻ്റെ SNDPയുടെ ആസ്ഥാന മന്ദിരം കൊല്ലത്തുള്ളത് വരെ ജപ്തിയായില്ലേ? എല്ലാ സാധനവും മുടിഞ്ഞില്ലേ? ഇനി ഇയാൾ CPM ഇരിക്കട്ടെ, നല്ലതാണ്. CPM നശിക്കാനുള്ളത് വെള്ളാപ്പള്ളിയിലൂടെയാണ്. അത് കഴിയുമ്പോൾ ഇയാൾ BJP പോകണം. BJP അതോടുകൂടി തുടങ്ങും. ഇയാളുടെ ജാതകം അതാണ്. ഇയാളുടെ രാശി അങ്ങനെ ഒരു ഇതുണ്ട്. വ്യാഴത്തിൻ്റെ ഒരു സ്വാധീനം ഉള്ളതുകൊണ്ട് ഇയാൾക്ക് രാഷ്ട്രീയ ബന്ധം ഉണ്ടാവും. പക്ഷേ ഇയാൾ ആരെയൊക്കെ ചെന്ന് തൊടുവോ, ആരുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്യുമോ, ഇയാളുടെ ഓറയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. തൊലഞ്ഞ് പണ്ടാരം അടങ്ങിക്കോളൂ. അതുകൊണ്ട് നമ്മളായിട്ട് ഇനി വഴക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പൊതുവേ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് സംസാരം നിർത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണല്ലോ രാഷ്ട്രീയം. അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ്. വെറുതെ ആത്മീയതയും മാത്രം പറയലല്ല. നമുക്ക് ശരീരവും വേണം, ആത്മാവും വേണം. ആത്മാവിനെ സംബന്ധിക്കുന്നത് ആത്മീയതയും, ശരീരത്തെ സംബന്ധിക്കുന്നത് എല്ലാം രാഷ്ട്രീയപരമായിട്ടുള്ളതാണ്. ഇപ്പം രണ്ടും ഇല്ലാതെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. ശരി, എന്തായാലും വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചും ഇത്തരം കേസുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ അങ്ങ് നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ ബാക്കി പത്രമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ചോദിച്ചത്. ഇത്രയും വാക്കുകൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അങ്ങ് ഞങ്ങളോട് പ്രതികരിച്ചതിന് ഒരുപാട് നന്ദി.